അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇസ്ലാമിക ലോകത്ത് ഏറെ സവിശേഷത നിറഞ്ഞ ഒരു രാഷ്ട്രവും ജനതയുമാണ് ഒമാനിലുള്ളത്. നമ്മുടെ കേരളവുമായും അഭേദ്യമായ ബന്ധം ഒമാനിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചർച്ച തുടങ്ങേണ്ടത്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് ഇസ്ലാമിൻ്റെ വരവ് നമുക്കറിയാവുന്നതുപോലെ മാലിക് ബിൻ ദീനാറും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട യാത്രയാണ്. അദ്ദേഹം ഇവിടെ വരികയും ഇവിടെ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് തൃശ്ശൂർ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന രാജഭരണകൂടം ചേരമാൻ പെരുമാൾ കുടുംബവുമായി ബന്ധപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അവർ ഇസ്ലാമിക പ്രബോധനങ്ങൾ നടത്തുകയും കേരളത്തിലുടനീളം പള്ളികൾ പണിയുന്ന ചരിത്രമൊക്കെയും നമുക്കറിയാം. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവിടുന്ന് അറേബ്യൻ നാടിലേക്ക് യാത്രയാവുകയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും തിരിച്ചു വരുന്ന വഴി ആ ഭാഗത്ത് വെച്ച് മരണമടയുകയും ചെയ്ത ചേരമാൻ പെരുമാളിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖബർ ഉള്ളത് ഒമാനിലെ സലാലയിലാണ്. ആ ഒരു ബന്ധം നമുക്ക് കേരളവുമായി ഒമാനുമായിട്ടുണ്ട്. അത് മാത്രമല്ല, ഒമാനിൻ്റെ കൾച്ചർ, ഒമാനിൻ്റെ ജീവിത രീതി, പ്രത്യേകിച്ച് അവരുടെ വസ്ത്രവുമായിട്ടുള്ള ബന്ധങ്ങൾ എല്ലാം കേരളവുമായി നല്ല ബന്ധമുണ്ട്. ചരിത്രപരമായി തന്നെ നിരവധി യാത്രകൾ ഒമാനി കേരള പശ്ചാത്തലത്തിൽ നമുക്ക് കാണാം. മുസിരിസിൻ്റെ, അതായത് തൃശ്ശൂർ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന വലിയൊരു നാഗരികതയുടെ അടയാളമായിരുന്നല്ലോ മുസിരിസ്. ആ ഒരു ബന്ധം നമുക്ക് ഒമാനുമായിട്ട് പ്രത്യേകമുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ തുടങ്ങാൻ കാരണം, നമ്മുടെ ഒരു GCC അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ കേരളത്തിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കണക്ഷനുമായി അഭേദ്യമായി ബന്ധമുള്ളതാണല്ലോ. അതിൽ ആ ഇസ്ലാമിൻ്റെ വരവിന് ഏറെ സഹായിച്ച ഒരു രാജാവിൻ്റെ ഖബർ കിടക്കുന്നത് ഒമാനിലാണ് എന്നത് പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. ആ ഒരു തുടക്കം നമ്മുടെ ഈ ചർച്ചയിൽ അനിവാര്യമാണ്. കാരണം ലോകത്തിൻ്റെ വിവിധ തലത്തിൽ ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് ഒരുപാട് ആൾക്കാർ പലവിധ യാത്രകളിലൂടെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ആദ്യത്തെ ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് സഹായിച്ച ഒരു ചക്രവർത്തിയുടെ ഒരു ഖബർ കിടക്കുന്നത് ഒമാനിലാണ് എന്ന് പറയുന്നത് ചരിത്രപരമായി മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. അപ്പോൾ അതാണ് നമ്മളുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വിഷയം. മറ്റൊന്ന്, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റുള്ള എല്ലാ GCC നാടുകളെ പോലെ തന്നെ നല്ലൊരു ശതമാനം പ്രവാസികൾ ഒമാനിൽ താമസിക്കുന്നു. കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് റെമിറ്റൻസ്, ഗൾഫ് പണം നന്നായി ഒഴുകുന്നതിൻ്റെ ഒരു പ്രധാന നമ്മുടെ റിസോഴ്സ് ഒമാനാണ്. അങ്ങനെ നിരവധി ബന്ധങ്ങൾ നമുക്കുണ്ട്. ഒമാനിൻ്റെ അവസാനം ഈയിടെ അന്തരിച്ച 2020 അന്തരിച്ച സുൽത്താൻ ഖാബൂസ് ഏകദേശം 50 വർഷത്തോളം ഒമാൻ ഭരിച്ച ഭരണകർത്താവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നയനിലപാടുകളും റിഫോമും അതുപോലെ തന്നെ ഒമാനിനെ ഒരു വളരെ കൺസർവേറ്റീവായ ട്രഡീഷണലായ ഒരു സംവിധാനത്തിൽ നിന്ന് മാറ്റി ഒരു ലോകോത്തര ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു രാജ്യമാക്കി, ഒരു സുൽത്താനേറ്റാക്കി മാറ്റിയത് സുൽത്താൻ ഖാബൂസാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയും നമ്മുടെ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. നമ്മൾ ഖത്തറിനെ കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട 3 ഭരണാധികാരികളെ നമ്മൾ ഇവിടെ പരാമർശിച്ചിരുന്നു. അതിൽ ഷെയ്ഖ് ഖലീഫ, അതുപോലെ തന്നെ ഹമദ്, അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോഴത്തെ അമീർ തൈമീം എന്നതുപോലെയാണ് സുൽത്താൻ ഖാബൂസിൻ്റെയും. ഈ ഭരണകർത്താക്കളൊക്കെ ഭരിക്കുന്ന ഘട്ടത്തിൽ പോലും സുൽത്താൻ ഖാബൂസ് അധികാരത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ സവിശേഷം നിറഞ്ഞ ഒരു വസ്തുത. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒമാനിൻ്റെ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒമാനിൻ്റെ നയതന്ത്ര ബന്ധങ്ങളുടെ വളർച്ചയും ഉത്ഭവവും വളർച്ചയും ഒമാൻ ചുറ്റുപാടുകളിലും GCC, ഗൾഫ്, അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫ് മേഖല, വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഒരുതരം ബാലൻസിങ് പൊസിഷൻ ഉണ്ടാക്കുന്നതിലും പ്രധാന സഹായിയായി മാറിയതും സുൽത്താൻ ഖാബൂസാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മുടെ ചർച്ചയിൽ പ്രധാനമായും ഉണ്ടാവേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ നയനിലപാടുകളാണ് ഇന്നത്തെ ഒമാനിൻ്റെ ഈ പൊസിഷനിലേക്ക് എത്തിയത്
എത്തിച്ചത് എന്ന് നമ്മൾ പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ കസിനാണ് ഷെയ്ഖ് ഹൈസമാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇപ്പോൾ ഭരിക്കുന്നത്. കാരണം സുൽത്താൻ കാബൂസിന് മക്കളില്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകമായി തന്നെ ആ സസഷൻ പിന്തുടർച്ചാവകാശം അദ്ദേഹത്തിൻ്റെ കസിന് എഴുതി നൽകുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ആ ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോൾ ഒമാനിൽ ഉള്ളത്. ഒമാനിൻ്റെ ഒരു ഫോർമേഷൻ ചരിത്രപരമായി തന്നെ ഈ മാരിടൈം ട്രേഡ് ഡൊമിനൻസ് ആണ്. അതായത് കടൽ മേഖലയിലുള്ള കച്ചവടത്തിൻ്റെ ഒരു ആധിപത്യം ഒമാനിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒമാനിൻ്റെ കയ്യിലുണ്ടായിരുന്നതായി നമുക്ക് കാണാം. അതിന് വളരെ വ്യത്യസ്തമായ ഈ GCC, നോർത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഏഷ്യ ഈ പറയുന്ന പ്രദേശത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു മതകീയ ഒരു മാനം ഒമാനിനുണ്ട്. അതിൽ നിന്ന് രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ ഐഡന്റിറ്റിയും ഒമാൻ രൂപീകരിച്ചിരുന്നു. അതിന് പ്രധാനമായും കാരണമാവുന്നത് ഇബാദിയ്യ എന്ന് വിളിക്കപ്പെടുന്ന സുന്നിയോ ഷിയയോ അല്ലാത്ത മറ്റൊരു തരത്തിലുള്ള ഒരു വിഭാഗത്തിൽ നിന്നാണ്, അവരുടെ ഒരു ഇമാമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 8-ാം നൂറ്റാണ്ടിൽ രൂപീകരിക്കപ്പെട്ട ഈ ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ഒമാനിനെ ഈ തരത്തിലേക്ക് എത്തിച്ചു കൊണ്ടുവന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിക്കുന്നുണ്ട്. അത് ആദ്യ തരത്തിലൊരു മതകീയ വിഭാഗമായി പൊങ്ങി വരികയും വിവിധ പ്രദേശങ്ങളെ തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ഒരു 20-ാം നൂറ്റാണ്ട് അടുത്തേക്ക് വരുമ്പോൾ ഒരു മോഡേൺ സുൽത്താനേറ്റായി അവർ മാറുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അതുപോലെ 17-19 നൂറ്റാണ്ടുകളിൽ ഒമാൻ എന്ന് പറയുന്നത് ആ ഭാഗങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കടലോര പ്രദേശങ്ങളിലെ ഒരു വലിയ സാമ്രാജ്യം പോലെ അധികാരം ഉണ്ടായിരുന്ന ഒരു ഭരണകൂടമായിരുന്നു ഇവർ. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യൻ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ ഈസ്റ്റ് ആഫ്രിക്കയുടെ സഞ്ചിബാർ അടക്കമുള്ള ഭാഗങ്ങളിലെല്ലാം ഒമാനിൻ്റെ ഈ മാരിടൈം ട്രേഡ് അതിൻ്റെ ഒരു ഡൊമിനൻസ് ശക്തമായിരുന്നു. എന്നാൽ ഈ ഒമാനിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്ക് എത്തുവാൻ പ്രധാനമായും കാരണമാവുന്നത് ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ ബുസൈദി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പണ്ഡിതൻ്റെ അല്ലെങ്കിൽ ഒരു ലീഡറിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ചരിത്രം ഇതിൻ്റെ പുറകിലുണ്ട്. 1744 ഒരു പശ്ചാത്തലത്തിലാണ് ഇത് രൂപപ്പെടുന്നത്. നമ്മൾ ഈ 1744 പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ്. ഇന്നത്തെ സൗദി ഡൈനാസ്റ്റിയുടെ ആദ്യത്തെ രൂപീകരണം സംഭവിക്കുന്നത് 1744 അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ലോക്കൽ അമീറായിരുന്ന മുഹമ്മദ് ബിൻ സൗദും അതുപോലെ തന്നെ ആ ഭാഗത്തേക്ക് വന്നെത്തിയ ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബും തമ്മിലുള്ള ഒരു കരാർ ഉണ്ടാവുന്നത് 1744 അതിലൂടെയാണ് ഈ മുഹമ്മദ് ബിൻ സൗദി എന്ന പേരിൽ നിന്നാണ് സൗദി ഡൈനാസ്റ്റി രൂപീകരിക്കപ്പെടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മളുടെ ഒമാനിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രവും തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഇന്നത്തെ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തുടങ്ങുന്നത്. പ്രത്യേകിച്ച് മതപരമായോ പ്രാദേശികമായോ പ്രത്യേകിച്ച് ബന്ധമൊന്നും സൗദിയുമായിട്ട് നേരിട്ട് രാഷ്ട്രീയമായി മതമായി ഇല്ലെങ്കിൽ പോലും ഒരു വ്യത്യസ്ത ഡൈനാസ്റ്റിയുടെ അൽ സയ്യിദ് ഡൈനാസ്റ്റി എന്നാണ് അത് വിളിക്കപ്പെടുന്നത്. ആ ഡൈനാസ്റ്റിയുടെ രൂപീകരണം ഈ 1744 ഇദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലൂടെയാണ് സംഭവിക്കുന്നത്. അതിന് പ്രധാനമായും കാരണമെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഇന്ത്യയിൽ തന്നെ പിടിച്ചടക്കിയ, ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയ അസ്ഫരി ഡൈനാസ്റ്റിയുടെ അഫ്ഷരിസ് ഡൈനാസ്റ്റിയാണ്. അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന നാദിർ ഷാ. നമുക്കറിയാം ഇന്ത്യൻ ചരിത്രത്തിൽ പോലും നാദിർ ഷായുടെ ഒരു ആക്രമണം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഈ അഫ്ഷരി ഡൈനാസ്റ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒമാനിൻ്റെ മിക്ക ഭാഗങ്ങളും ഉണ്ടായിരുന്നത്. അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ഈ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാരെ വിവിധ ഒമാനി ഗോത്രങ്ങളെ ഒന്നിപ്പിക്കുകയും അങ്ങനെ പേർഷ്യൻ അക്രമത്തോടും പേർഷ്യൻ അധികാരക്രമത്തോടും ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും പെതുക്കെ അവരെ പുറന്തള്ളുകയും ചെയ്തിട്ടാണ് ഈ യഥാർത്ഥത്തിൽ ഒമാൻ്റെ അധികാരം ഈ പറയുന്ന അൽ സയ്യിദ് ഡൈനാസ്റ്റി, അതായത് ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ ബുസൈദിയുടെ അധികാരത്തിൻ്റെ കീഴിലേക്ക് വരുന്നത്. അത് വളരെ ഒരു രക്തപങ്കിലമായ ചരിത്രമൊക്കെ അതിൻ്റെ പുറകിലുണ്ട്. നാദിർ ഷാ കൊല്ലപ്പെടുന്നുണ്ട് 1738 ആ ഒരു പശ്ചാത്തലത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. പിന്നീട് ഇറാൻ്റെ അന്നത്തെ പേർഷ്യയുടെ അധികാരം വളരെ സംഘർഷഭരിതമായിരുന്നു. നാദിർ ഷായുടെ വധത്തോടുകൂടി പിന്നീട് വിവിധ കുടുംബകലഹങ്ങൾ ഉണ്ടാവുകയും ബാക്കി വന്ന ഈ അഫ്ഷാരി ഡൈനാസ്റ്റിയുടെ ആൾക്കാരെ ഒരു പരിപാടിക്ക് വിളിച്ചു വരുത്തുകയും അങ്ങനെ അവരെയൊക്കെ കൂട്ടക്കൊല ചെയ്തിട്ടൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ
അഹ്മദ് ബിൻ സായിദ് അൽ ബുസൈദി അധികാരത്തിലേക്ക് വരുന്നത്. പക്ഷേ അത് അതേപോലെ ഒരേ സമയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവര് ഒരു ഒരു ഇമാമുമാണ്, അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ലീഡറുമാണ്. അങ്ങനെയാണ് സുൽത്താനേറ്റ് രൂപപ്പെടുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ഒമാനിന്റെ രൂപീകരണം 1744 ഒരു ഔദ്യോഗികമായി രൂപപ്പെടുന്നത്. പിന്നീട് ഒരു മോഡേൺ ഇറയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ സുൽത്താൻ മുഹമ്മദ് സുൽത്താൻ കാബൂസ് ഇബിന് സായിദ്, ആ കുടുംബത്തിൽ തന്നെ അവസാനത്തെ ശക്തനായിരുന്ന ഭരണാധികാരി, നമ്മൾ നേരത്തെ പരാമർശിച്ചതുപോലെ 1970 അധികാരത്തിലേറുന്നു. 1970 അധികാരത്തിലേറുന്ന ഈ മനുഷ്യൻ 2020 വരെ ഏകദേശം 50 വർഷക്കാലം ഭരിക്കുകയും വളരെ ഐസൊലേറ്റഡ് ആയ, വളരെ ട്രഡീഷണൽ ആയ ഒരു സൊസൈറ്റിയെ, ഒരു രാജ്യത്തെ ആധുനിക നാഷണൽ സ്റ്റേറ്റ് ആക്കി മാറ്റുന്നതും ഇന്നത്തെ ഇൻഫ്രാസ്ട്രക്ചറും വളരെ സെൻട്രലൈസ്ഡ് ആയ സ്ഥാപനങ്ങളുടെയും ഒരു വലിയൊരു മേഖലയാക്കി മാറ്റുന്നതും ഇന്നത്തെ അന്താരാഷ്ട്ര വൈദേശിക നയങ്ങളിൽ ഒരു പ്രധാന ഗെയിം പ്ലെയർ ആക്കി മാറ്റുന്നതുമെല്ലാം സുൽത്താൻ ഖാബൂസ് ഇബ്നു സഈദാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ച പോലെ ഇന്ന് നമ്മൾ കാണുന്ന ഒമാനിൻ്റെ ജിയോ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയെ ഇത്രത്തോളം കൊണ്ടുവന്നത് പോലും അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം നമ്മുടെ ചർച്ചയിൽ അനിവാര്യമാണ്. മറ്റൊന്ന്, ഈ ഒരു രൂപീകരണം ഇങ്ങനെയാണെങ്കിൽ പോലും എവിടെ നിന്നാണ് ഈ ഇമാം എന്ന് പറയുന്ന പൊസിഷൻ വരുന്നത്? അത് ഇബാദിയ എന്ന് പറയുന്ന ഇസ്ലാമികമായ ഒരു വിഭാഗത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നാണ് അത് രൂപപ്പെടുന്നത്. അതായത് ഇത് തുടങ്ങുന്നത് അബ്ദുല്ലാഹിബിൻ ഇബാദ തമീം എന്ന് പറയുന്ന 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു താബിഈ ആണ് എന്നാണ് ഇദ്ദേഹത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ പരിഗണിക്കുന്നത്. ബസ്രയിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായി ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേരിലേക്കാണ് ഈ ഇബാദിയ എന്ന് പറയുന്ന ആ ഒരു പദം രൂപപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, നമുക്കറിയാം മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ച് അലി റളിയല്ലാഹുവിൻ്റെ ഒരു ഭരണ പശ്ചാത്തലത്തോടു കൂടി വിവിധ ഗ്രൂപ്പുകൾ പൊങ്ങി വന്നു. അതിലാണ് ഖവാരിജി ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. ഖവാരിജി ഗ്രൂപ്പുകൾ നമുക്കറിയാവുന്നതുപോലെ വിവിധ എക്സ്ട്രീം പൊസിഷൻ അവരുടെ മതകീയ, രാഷ്ട്രീയ, സാമൂഹിക ജീവിതത്തിൽ സ്വീകരിച്ചവരാണ്. പക്ഷേ എല്ലാ വിഭാഗങ്ങളും അങ്ങനെയല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഇദ്ദേഹം, ഈ അബ്ദുല്ലാഹിബിൻ ഇബാദ് എന്ന് പറയുന്നത് അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഖവാരിജി പണ്ഡിതനായിരുന്നു നാഫിഅ ഇബ്നു അസ്റഖ്. അദ്ദേഹത്തിൻ്റെ പലവിധ അഭിപ്രായങ്ങളെയും തീരുമാനങ്ങളെയും കാഴ്ചപ്പാടുകളും എല്ലാം ശക്തമായി വിമർശിച്ചിരുന്ന ഒരാളായിരുന്നു. എത്രത്തോളം എന്നാൽ ഈ ഇബ്നു അസ്റഖിൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം തന്നിൽ വിശ്വസിക്കാത്തവരെല്ലാം അവിശ്വാസികളാണെന്നും അതുപോലെ അവരെയും അവരുടെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊല്ലാമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് മാത്രമല്ല അവരെയൊക്കെ ശക്തമായി അൽ വലാ വൽ ബറ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ശക്തമായി ഉപയോഗിച്ച വിഭാഗമാണ്. അതായത് ഇവരിൽ നിന്ന് അകന്നു നിൽക്കുകയും അവരോട് ശത്രുത പുലർത്തുകയും ചെയ്യണം എന്ന് പറയുന്ന കാഴ്ചപ്പാടുണ്ടായിരുന്ന ആളാണ്. അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത, എന്നാൽ അതേസമയം തന്നെ ഖവാരിജി ഗ്രൂപ്പിൽപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹിബിൻ ഇബാദ. ആ ഒരു ചരിത്ര പാരമ്പര്യം ഉള്ളവരാണ് ഈ ഇബാദി മുസ്ലിങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഇന്നത്തെ യമനിലെ ആ മുസ്ലിം സമൂഹം. അതുപോലെ തന്നെ ഈ ഇബാദി എന്ന് പറയുന്ന വിഭാഗത്തിന്റെ പേര് അബ്ദുല്ലാഹിബിൻ ഇബാദിലേക്കാണ് ചേർക്കുന്നതെങ്കിലും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു സെക്റ്റിനെ, വിഭാഗത്തെ ഇത്രത്തോളം വലിയൊരു വലുതാക്കിയെടുക്കാൻ സഹായിച്ച ഒരു ക്ലാസിക്കൽ ഫൗണ്ടറായി വിശേഷിപ്പിക്കുന്നത് ജാബിർ ബിൻ സെയ്ദ് അൽ അസ്ദിയാണ്. അദ്ദേഹം ഒരു താബിയായിട്ട് തന്നെയാണ് കാണുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു ഒക്കെയും ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടുള്ള വർത്തമാനങ്ങൾ നമുക്ക് കാണാം. അത്രത്തോളം ഒരു ഇസ്ലാമിക് തിയോളജിയിലും അതുപോലെ തന്നെ ഫിഖ്ഹിലും വലിയ ആഴത്തിൽ ധാരണയുള്ള ഒരു ബസ്രി പണ്ഡിതനായിരുന്നു ഇദ്ദേഹം. അതുപോലെ തന്നെ മറ്റ് സാധാരണ ഈ നമ്മൾ പരാമർശിച്ച ഖവാരിജികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മോഡറേറ്റ് ആയ, നോൺ വയലൻ്റ് ആയ ഒരു സഹിഷ്ണുതാപരമായ കാഴ്ചപ്പാടുകൾ പുലർത്തിയ ഒരു പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാട് ഇന്നത്തെ ഒരു ഒമാനി മതസമൂഹത്തിൽ ഒരു നല്ല സ്വാധീനം ചെലുത്തുന്നത് നമുക്ക് കാണാം. ഇവരുടെ പൊതുവായ ഒരു കാഴ്ചപ്പാട് പ്രകാരം മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലീഡർഷിപ്പാണ് വേണ്ടത്, അല്ലാതെ കുടുംബപരമായിട്ടല്ല. മെരിറ്റ് അനിവാര്യമാണ് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഭക്തി വേണം, നീതി ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ആശയമാണ്. നമുക്കറിയാം ഖവാരിജികളുടെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റിൽ അദാലത്ത്, നീതി ഒരു ചർച്ചാ വിഷയമാണല്ലോ. ഇവിടെ നീതി ഒരു പ്രധാന വിഷയമാണ്. തഖ്വയും അതുപോലെ തന്നെ യോഗ്യതയും ആ തരത്തിലുള്ള ഒരു പ്രിഫറൻസ് ആണ് വേണ്ടതെന്നും കുടുംബ പാരമ്പര്യമോ അല്ലെങ്കിൽ ഗോത്ര പാരമ്പര്യമോ അല്ല
മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അനിവാര്യമെന്നും അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ നിലപാടുകളിലും അവരുടെ ഖുർആന്റെ ഹദീസിന്റെ ആഖ്യാനങ്ങളിലുമെല്ലാം ഒരു പീസ്ഫുള്ളായ ഒരു സഹവർത്തിത്വ ജീവിതത്തെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാം. ഇത് ഇന്നത്തെ സുന്നി സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചും കൂടി ഒരു ഒരു കൺസോളിഡേറ്റഡ് ആയ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇൻക്ലൂസീവായ നിലപാട് രൂപീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇവിടെ പരാമർശിച്ചതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചും കൂടി ഒരു സോഫ്റ്റനായ നിലപാട് ഇവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും പ്രാദേശിക രാഷ്ട്രീയത്തിലും നല്ല സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ ഇങ്ങനെ സുന്നി പ്രശ്നങ്ങളിൽ നിന്ന് മാറി സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ അവർക്ക് സാധിക്കുന്നത് കൊണ്ട് അവർക്കൊരു ന്യൂട്രാലിറ്റി അവരുടെ പൊളിറ്റിക്സിലും അവരുടെ സകലവിധ ലോകമാനങ്ങളിലും ഉണ്ടാക്കിയെടുക്കുവാനും വളർത്തിയെടുക്കുവാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാധ്യത ട്രഡീഷന്റെ മറ്റൊരു പ്രത്യേകതയെ കുറിച്ച് പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ ഒരു കൺസസ്, നമ്മൾ ഇജ്തിമ എന്ന് പറയുന്നത് പോലെ ആ ഒരു കൺസെപ്റ്റ് ആണ്. അതേപോലെ തന്നെ ലീഡറിന്റെ ഒരു മോറൽ ക്യാരക്ടറിന് വളരെ അനിവാര്യമാണ്. ഇതാണ് ഈ രണ്ട് വാല്യൂകളും മൂല്യങ്ങളും, ലീഡറിന്റെ മൊറാലിറ്റിയും കമ്മ്യൂണിറ്റിയുടെ ഒരു പൊതുജനസമ്മതിയും അവരുടെ താല്പര്യങ്ങളും ഭരണകൂടത്തിന് അനിവാര്യമായ രണ്ട് അടിസ്ഥാന വാരങ്ങളാണെന്ന് അവർ പൊതുവെ ഈ ഭാഗ ചിന്തകളിൽ പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഇതാണ് അവരുടെ ഒരു സമൂഹത്തിന്റെ റിലീജിയസിന്റെ ഒരു പൊതുവായ പ്രത്യേകത. അവിടുന്ന് ആ ഒരു ചർച്ചയിൽ നിന്നുകൊണ്ടാണ് ഇത് എങ്ങനെയാണ് അവരുടെ ഡിപ്ലോമസിയിലേക്ക് അത് കൂടുതൽ അല്ലെങ്കിൽ വ്യാപിക്കുന്നത് എന്ന് നമുക്ക് അന്വേഷിക്കാം. പ്രധാനമായും ഇവരുടെ ഒരു ഫോറിൻ പോളിസി പ്രധാനമായും കിടക്കുന്ന ന്യൂട്രാലിറ്റിയിലും ഒരു വളരെ ക്വൈറ്റായ ഒരു ഡിപ്ലോമസിയിലും നേരത്തെ നമ്മൾ വിശദീകരിച്ച പോലെ റീജിയണൽ ബാലൻസിങ്ങിലുമാണ്. കൂടുതൽ വളരെ കാൽക്കുലേറ്റഡ് ആയ, വളരെ ചരിത്രപരമായി തന്നെ കാലങ്ങളായി അവർ രൂപീകരിച്ച ഒരു നാഷണൽ ഒരു സൊവേണിറ്റിയെ സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നയതന്ത്രമാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ നാഷണൽ സൊവേണിറ്റിയും സുരക്ഷയും അവരുടെ ഡിപ്ലോമസിയിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്. അതിന് കൂടെ തന്നെ ഏത് രണ്ട് വിഭാഗങ്ങളെയും, പ്രത്യേകിച്ച് ഇന്നത്തെ US ആവട്ടെ അല്ലെങ്കിൽ ഇറാൻ ആവട്ടെ മറ്റുള്ള GCC രാഷ്ട്രങ്ങളുമാവട്ടെ, അവരോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ നിൽക്കാൻ കഴിയുന്ന, എല്ലാവരോടും ഒരേപോലെ തന്നെ ചാനലുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ആ തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇവരുടെ ഇന്റേണൽ പൊളിറ്റിക്സിലും റീജിയണൽ പൊളിറ്റിക്സിലും കൊണ്ടു നടക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, യൂറോപ്പിലും വെസ്റ്റിലുമെല്ലാം സ്വിറ്റ്സർലൻഡ് ഓഫ് മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കയിലെ സ്വിറ്റ്സർലൻഡ് എന്ന രീതിയിലാണ് ഇവരെ വിളിക്കുന്നത്. അതുകൊണ്ട് ബാക്ക് ചാനൽ ഡിപ്ലോമസിയിലൂടെ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് കൂടുതൽ ട്രസ്റ്റ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ എത്ര വലിയ പ്രശ്നഭരിതമായ സംഘർഷങ്ങളിൽ പോലും വളരെ അനിവാര്യമായി എല്ലാവരും മനസ്സിലാക്കപ്പെടുന്ന മീഡിയേറ്ററായി ഇവർക്ക് മാറാൻ കഴിയുന്നത് പോലും നമുക്ക് കാണാം. അത് ഇറാൻ വിഷയത്തിലാവട്ടെ അല്ലെങ്കിൽ തന്നെ യമനിലെ പ്രശ്നങ്ങളാവട്ടെ, ഒമാൻ അവിടെ വലിയൊരു സ്ഥാനം വഹിക്കുന്നുണ്ട്. ഇതിനൊക്കെ പ്രധാനമായും ഇങ്ങനൊരു സ്ഥാനം ലഭിക്കാനുള്ള ജിയോ പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നത് ഹോർമൂസ് കടലിടുക്കിലെ അവരുടെ സ്ഥാനമാണ്. അതിനോട് ചേർന്ന് നടക്കുന്നതായതുകൊണ്ട് തന്നെ ഗ്ലോബൽ എക്കണോമിയെയും ഒരു ആഗോള കച്ചവട മേഖലയെയും നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശക്തിയായി ഒമാൻ ഇറാനിനെ പോലെ മാറുന്നു എന്നതുകൊണ്ട് തന്നെ ഇറാനിനെ പോലെ തന്നെ ഒമാനും ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റേറ്റായി മാറുന്നു. അത്രത്തോളം അവരുടെ ജിയോ പൊളിറ്റിക്സ് അവരതിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ 50 വർഷത്തെ സുൽത്താൻ കാബൂസിന്റെ ഭരണം, അദ്ദേഹത്തിന്റെ നിലപാടുകൾ, എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കാൻ കഴിയുന്ന നിലപാടുകൾ, ന്യൂട്രാലിറ്റിയും എല്ലാം ഈ തരത്തിൽ അവരുടെ ഒമാന്റെ ഡിപ്ലോമസിയെ ഇത്രത്തോളം ശക്തമാക്കാനും അതുപോലെ തന്നെ എല്ലാവരാലും സ്വീകരിക്കപ്പെടാവുന്ന ഒരു അവസ്ഥയിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്നത് അനിഷേധ്യമായ ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ആ ഒരു ചർച്ച അവരുടെ ഡിപ്ലോമസിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഫോറിൻ പോളിസി പ്രധാന ഘടകമായി വരുന്നല്ലോ. നേരത്തെ വിശദീകരിച്ച വളരെ സ്ട്രാറ്റജിക്കായ തന്ത്രപരമായ ഒരു ക്വൈറ്റിസം ആണ് അവർ രൂപീകരിക്കുന്നത്. അതായത് എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും അപ്പുറം വളരെ നിശബ്ദമായി എന്നാൽ എല്ലാവരാലും ആകർഷിക്കപ്പെടുന്ന ഒരു തരത്തിലുള്ള നയതന്ത്രം രൂപീകരിക്കുക എന്നുള്ളതാണ് അവർ പ്രധാനമായും ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ, ഒന്നാമത്തത് അവരുടെ സൊവേണിറ്റിയെ സംരക്ഷിക്കുക, ഇന്റേണൽ സ്റ്റാബിലിറ്റി, ഒരു ആഭ്യന്തരമായ
അവരുടെ ഒരു ഭദ്രത, സുസ്ഥിരത നിലനിർത്തുക എന്നുള്ളതാണ് ഒമാൻ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും സുഹൃത്താവുകയും ആരുടെയും ശത്രു അല്ലാതായി തീരുകയും ചെയ്യുക എന്ന തരത്തിലുള്ള ഒരു പോളിസി അവർ പൊതുവെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. എല്ലാ തരത്തിലുമുള്ള കോൺഫ്ലിക്റ്റിൽ നിന്ന് മാറി നിൽക്കുക, അത് സെക്ടേറിയൻ കോൺഫ്ലിക്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ പ്രാദേശിക വിഭാഗീയതകളോ വൈരുദ്ധ്യങ്ങളോ സംഘർഷങ്ങളോ ആവട്ടെ, അതിൽ നിന്നും മാറി നിൽക്കുക എന്ന് പറയുന്ന ഒരു രീതി അവർ സ്വീകരിക്കുന്നുണ്ട്. അത് ഇറാൻ സൗദി കോമ്പറ്റീഷൻ്റെ വിഷയത്തിലാവട്ടെ, യമനിലുള്ള വിവിധ വിഭാഗീയത വിഷയങ്ങളാവട്ടെ, അവർ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിവിധ വൈദേശിക ശക്തികളുടെ റിസ്ക് മിനിമൈസ് ചെയ്യുവാൻ, കുറയ്ക്കുവാൻ ഒമാനിന് കഴിയുന്നത് ഈ ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നതുകൊണ്ടാണ്. മറ്റൊന്ന്, ഈ ആക്റ്റീവ് ന്യൂട്രാലിറ്റി, അവരുടെ ഡിപ്ലോമാറ്റിക് ഇടപെടലുകളിലെ, നയതന്ത്ര ബന്ധങ്ങളിലെ വളരെ ആക്റ്റീവ് ഒരു ന്യൂട്രാലിറ്റി അവർ രൂപീകരിക്കുക എന്നുള്ളതാണ്. എല്ലാ വിഷയങ്ങളിൽ നിന്നും മാറി നിൽക്കുക, എന്നാൽ അതേസമയം തന്നെ എല്ലാ പ്രശ്നങ്ങളിലും ഒരു പ്രധാന ആളായി മാറുകയും ചെയ്യുക, അവിടെ ഒരു മീഡിയേറ്ററായി വർത്തിക്കുകയും ചെയ്യുക. ഒരു തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഖത്തറിനേക്കാളും അപ്പുറം ഈ ഒരു കാര്യത്തിൽ വളരെ സുന്ദരമായി ഇവർക്ക് ഇടപെടുന്നത് നമുക്ക് കാണുവാൻ പറ്റും. പലപ്പോഴും ഈ പ്രാദേശികപരമായ സംഘർഷാവസ്ഥയെ ഡീ എസ്കലേറ്റ് ചെയ്യുവാൻ ഒമാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് ഒമാൻ ആ ഭാഗത്ത് ഒരു ബഫർ ആയി നിലനിൽക്കുന്നു. ഈ എല്ലാ ടെൻഷൻസ് ഉയരുന്ന ഭാഗത്ത്, രാഷ്ട്രീയ, പ്രാദേശിക, ടെറിട്ടോറിയൽ വിഷയങ്ങളൊക്കെ ശക്തമാവുന്ന പശ്ചാത്തലത്തിൽ അവിടേക്ക് ഒരു ബഫർ സോൺ ഉണ്ടാക്കുന്നതിൽ, ഒരു ന്യൂട്രൽ ചാനൽ ആയി മാറുന്നതിലൊക്കെയും ഒമാന് കഴിയുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഒമാൻ പ്രധാനമായും അവരുടെ ഈ നാഷണൽ ഇൻട്രസ്റ്റ്, ഫോറിൻ പോളിസി സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് കൂടി സംസാരിക്കണമല്ലോ. കാരണം നാഷണൽ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കും എല്ലാ സ്റ്റേറ്റും എല്ലാ ഭരണകൂടങ്ങളും അവരുടെ ഫോറിൻ പോളിസികൾ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ഒന്ന്, അവരുടെ ഭരണകൂടത്തെ, അതിൻ്റെ ഒരു അതിജീവനമാണ്. ആ ഭരണകൂടം നിലനിൽക്കുക എന്നുള്ളതാണ്. ആ നിലനിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ രീതികളും അവർ തീരുമാനങ്ങൾ എടുക്കും. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഒരു സേഫ് സോണിൽ നിൽക്കുന്ന രീതി അവർ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഓട്ടോണമി അവരുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വളരെ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു ഫോറിൻ പോളിസി അവർക്ക് അതുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്നാണ് അവരുടെ ഒരു സാമ്പത്തിക സുരക്ഷ ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ വിഷയത്തിൽ ഇവിടെ ഒമാനും പ്രധാന ഘടകമായി മാറുന്നത്. ഈ പോർട്ട് ദുഖം എന്ന് പറയുന്ന ഭാഗത്ത് അത് ഹോർമുസുമായി തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇറാനുമായിട്ടുള്ള അമേരിക്കൻ പ്രശ്നത്തിൽ പോലും ഇറാൻ ഹോർമുസ് അടച്ചാൽ പോലും പക്ഷെ അത് ഒമാനിന് ഒരു വലിയ ബുദ്ധിമുട്ടാവാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇറാനും ഒമാനും തമ്മിലുള്ള ബന്ധങ്ങളുടെയും നയതന്ത്ര ബന്ധങ്ങളുടെയും അതിർത്തി ബന്ധങ്ങളുടെയും അവരുടെ അയൽപ്പക്ക ബന്ധങ്ങളുടെയും ഒരു പവർഫുള്ളായ ഡിസിഷൻ മേക്കിൻ്റെ ഭാഗമായിട്ടാണ്. അത്രത്തോളം ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഒമാനും ഇറാനും ഒരുപോലെയാണ് ഹോർമുസ് കടലിടുക്കും, അതുപോലെ തന്നെ അതിന് ചുറ്റുപാടുമുള്ള ഗ്ലോബൽ ട്രേഡ് എക്കണോമിയൊക്കെയും പങ്കുകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്ലോബൽ ട്രേഡ് ആവട്ടെ, അതുപോലെ തന്നെ എനർജി ആവട്ടെ, ആ ഭാഗത്ത് ലോജിസ്റ്റിക്കൽ ഈ റിലേഷൻസ് ആവട്ടെ, എല്ലാത്തിനും ഒരുപോലെ ഒമാനിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇറാനും ഒമാനും ആ തരത്തിലുള്ള നല്ലൊരു ബന്ധം, വളരെ ഹൃദ്യമായ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു തീരുമാനം, വളരെ ടോളറൻസ് ആയ ഒരു ഡയലോഗ് രൂപീകരിക്കാൻ അവർക്ക് കഴിയുന്നു. ഷീ സുന്നി സെക്ടേറിയനിസത്തിന് അപ്പുറം ഒരു ഇബാദി മുസ്ലിം ദേശം എന്ന നിലയിൽ ആയതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഒരു മധ്യവർത്തി ആവുവാനും, അതുപോലെ തന്നെ ഇറാന് GCC രാഷ്ട്രങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു മീഡിയേറ്ററായി മാറുവാനൊക്കെ ഇവർക്ക് കഴിയുന്നുണ്ട്. ഈ ഒരു നിലപാട് കൊണ്ട് തന്നെ US ആവട്ടെ, UK ആവട്ടെ, ഇറാൻ, ചൈന, ഇന്ത്യ, ചുറ്റുപാടുള്ള മറ്റു രാഷ്ട്രങ്ങൾ, അത് യൂറോപ്പ്, വെസ്റ്റ് ഏഷ്യ, സൗത്ത് ഏഷ്യൻ, ഈ നാടുകളിലെല്ലാം രാജ്യങ്ങളുമായിട്ട് തന്നെ നല്ലൊരു എൻഗേജ്മെന്റ് രൂപീകരിക്കുവാനും ഇറാന് കഴിയുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു രീതിയാണ് അവർ സ്വീകരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫോറിൻ പോളിസി, നാഷണൽ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പോൾ US-ഉം ഇസ്രായേലും ഇറാനെ അറ്റാക്ക് ചെയ്തോടുകൂടി അത് വലിയ ഒരു ത്രെട്ടണിങ് ആയ, ഒരു വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നതും കൂടി നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം US-ൻ്റെയും ഇസ്രായേലിൻ്റെയും അറ്റാക്ക് കാരണം അവിടെ ഈ സ്ട്രേറ്റ് ഹോർമുസ് കടലിടുക്കിൽ ഒരു തരത്തിലുള്ള ഒരു അസ്ഥിരത രൂപപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ഭാഗത്തേക്ക് കുറച്ച് ഒരു മീഡിയേഷൻ എന്നതിനേക്കാളും അപ്പുറം
ആ ഭാഗങ്ങൾ കൂടുതൽ ഇടപെടേണ്ടി വരുന്ന ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിലേക്ക് ഒരു മാറുന്ന ഒരു പോളിസി ഒമാൻ ഇവിടെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നിരവധി വെല്ലുവിളികളും കൂടി അവർ നേരിടുന്നുണ്ട്. പ്രധാനമായും ആ ന്യൂട്രാലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളെല്ലാവരെയും എല്ലാവരോടും സുഹൃത്തും ആരോടും ശത്രുതയില്ലാത്തൊരു പൊസിഷനിൽ നിന്ന് പലപ്പോഴും ഒരു ചിലരോട്, അതായത് ആക്രമിക്കപ്പെടുന്നവരോട് തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ തുനിയുന്നവരോട് ചേർന്ന് നിൽക്കേണ്ട ഒരവസ്ഥയും ഇറാന് ഈ ഒമാന് ഒമാന്റെ മുമ്പിലേക്ക് വരുന്നു. പ്രത്യേകിച്ചും അത് ഇറാനിൻ്റെ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറാനിനോട് കൂടെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങൾക്കും ഇസ്രായേലിനും അമേരിക്കയ്ക്കും എല്ലാം ഒമാൻ ഒരു വെല്ലുവിളിയായി മാറുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ റീജിയണൽ റിസ്കിനെ അത് കുറച്ചും കൂടി കൂടുതൽ കാര്യമായി പരിഗണിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും പക്ഷത്തോട് ചേരുന്നത് അവരുടെ ഒരു അസ്തിത്വത്തിനെ അത്യാവശ്യമായ ഒരു തീരുമാനമായി മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഏതെങ്കിലും വിഭാഗത്തോട് ചേരേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ന്യൂട്രാലിറ്റി എന്നത് ഒരു എക്സിസ്റ്റൻഷ്യൽ നെസസിറ്റി എന്ന് പറയുന്ന ഒരു ആശയം അവർക്കിടയിൽ മുന്നോട്ട് വരുന്നു. അതൊക്കെയും ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികളാണ്. അതുകൊണ്ട് തന്നെ ഒമാൻ എന്ന് പറയുന്നത് സാധാരണ മുമ്പ് വിളിച്ചിരുന്ന ഒരു മിഡിൽ പവർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലായിരുന്നല്ലോ. അതുപോലെ തന്നെ അതിൽ നിന്ന് അവർക്ക് ലഭിച്ചൊരു എല്ലാവർക്കും സുഹൃത്തെന്ന് പറയുന്ന ഒരു സ്ഥാനമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു വളരെ സീരിയസ് ആയ ടർബുലൻ്റ് ആയ ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുന്നു എന്നതും കൂടി ഇപ്പോൾ ഒമാൻ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒമാൻ US ബന്ധങ്ങൾ വഷളാവുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മളിപ്പോൾ യുഎസും ഇസ്രായേലും ഇറാനെതിരെ നടക്കുന്ന അറ്റാക്കും ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രാലിറ്റിയേക്കാളും അപ്പുറം ഒരു അലൈൻമെൻറ്റിന്, ഒരു സഖ്യകക്ഷ ബന്ധത്തിന് ഒമാനെ നിർബന്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷൻ കൂടുതൽ ക്രിട്ടിക്കലായ സാഹചര്യം ഉണ്ടാക്കുന്നു. അതൊക്കെ നമുക്കിപ്പോൾ കാണുവാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇക്കാലം വരെയും പല വിഷയങ്ങളിലും ഒമാനിനെ ഒരു ലീഡറായി എടുത്ത പല രാഷ്ട്രങ്ങളും, പ്രത്യേകിച്ച് US ഒക്കെയും ഒമാനിനെ സൈഡ് വൽക്കരിച്ചിട്ട്, അതായത് ഒമാനെ അതിരുവൽക്കരിക്കുക, എന്നിട്ട് അവിടെ പാകിസ്ഥാനെ പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണറായി ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് പോലും ഈ ഒരു സാഹചര്യത്തിലാണ്. കാരണം ട്രംപൊക്കെയും ഒരുപാട് തെറി വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും ഈ ഒരു വിഷയത്തിലേക്ക് എത്തിയതായി നമുക്ക് കാണാം. ഒമാൻ്റെ ഈ ഒരു തീരുമാനം വലിയൊരു വിഷയമായി തന്നെയാണ് US കാണുന്നത്. ഒമാനെ അറ്റാക്ക് ചെയ്യുന്നത് പോലും ഡൊണാൾഡ് ട്രംപ് വെല്ലുവിളിച്ചത് പോലും നമുക്ക് കാണാം. അതുമാത്രമല്ല, ഈ ഗൾഫ് ലീഡർ എല്ലാം ഒമാനിനെയും കൂടി ഇറാനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒമാനിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. പക്ഷേ ഒമാൻ ഇതുവരെയും അതിനെ അംഗീകരിച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പല GCC രാഷ്ട്രങ്ങളും അംഗീകരിച്ച അബ്രഹാം അക്കോർഡ്സ്, ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന, ഇസ്രായേലിൻ്റെ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആ അബ്രഹാം അക്കോർഡ്സിനെ ഒപ്പിടാൻ വേണ്ടി ഒമാനിനെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. ഇതുവരെയും ഒമാൻ നേരിട്ട് അതിലൊരു ബന്ധവും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ US വളരെ ഒരു സീരിയസ് ഇഷ്യൂ ആയി തന്നെ കാണുകയും അത് ഒമാനെതിരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കുന്ന തരത്തിലേക്ക് US മാറുകയും ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കാണുവാൻ പറ്റും. ഇതിൻ്റെയൊക്കെ പ്രധാന കൺസേൺ US എന്തിനാണ് ഇത്രയും വളരെ ദൂരെ കിടക്കുന്ന ഒരു ചെറിയ രാഷ്ട്രത്തെ, എന്നാൽ വളരെ സുപ്രധാനമായ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ്, ഗ്ലോബൽ ട്രേഡിൽ പ്രധാനമായി പങ്കുവയ്ക്കുന്ന രാഷ്ട്രത്തെ ഇത്രത്തോളം സമ്മർദ്ദം ചെലുത്താൻ മെയിൻ കാരണം എന്താണ്? അത് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ ഒമാൻ ഒരു നോൺ നോർമലൈസേഷൻ ഒരു പോളിസിയാണ് സ്വീകരിച്ചിരുന്നത്. നോർമലൈസേഷൻ എന്ന് പറയുന്നത് എതിർത്ത് നിൽക്കുന്ന ഒരു കക്ഷിയാണ് ഇപ്പോഴും ഉള്ളത്. പലതരത്തിലുള്ള ബന്ധങ്ങളൊക്കെ, നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും 2026 ജൂണിൽ ഈ ഇറാനുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും അവർ റിജക്റ്റ് ചെയ്യുകയും ഒരു ചർച്ചയും ഇല്ല എന്നും, ഈ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് കൊണ്ടുവന്ന ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ഗസയെ തകർന്ന് തരിപ്പണമാക്കിയിട്ട് ഇനി ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ബോർഡ് ഓഫ് പീസിനെ പോലും തള്ളിക്കളഞ്ഞ ഒരു നിലപാട് നമുക്ക് ഒമാനിൻ്റെ പക്ഷത്ത് നിന്ന് കാണുവാൻ പറ്റും. അതിനെയൊക്കെ അവർ കണ്ടത് നമ്മളൊക്കെ എല്ലാവർക്കും അറിയുന്നത് പോലെ ഫലസ്തീൻ വിഷയത്തെ
പരിഗണിക്കാതിരിക്കുകയും അവഗണിക്കുകയും തങ്ങളുടെ താല്പര്യത്തിലേക്ക്, തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യത്തിലേക്ക്, ഇസ്രായേലിൻ്റെ ആഗ്രഹത്തിലേക്ക് ഫലസ്തീനെ വിട്ടുകൊടുക്കുന്നതാണ് എന്നാണ് ഒമാൻ ആ ഒരു വിഷയത്തെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ട് യാതൊരു ബന്ധങ്ങളും ഒമാൻ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. എന്നാലും ചില രഹസ്യങ്ങളായി, പ്രത്യേകിച്ച് 1970കളിലും 1990കളിലും വളരെ രഹസ്യമായ ചില കോണ്ടാക്ട്സുകൾ അവരുമായിട്ടുണ്ടെങ്കിൽ പോലും ഒഫീഷ്യലായിട്ട് ഇതുവരെയും എത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ പറ്റും. കാരണം ഈ ഒരു ഇതിനെ പ്രധാനമായി നിൽക്കുന്നത് ഫലസ്തീനികളോടുള്ള അവരുടെ ഒരു സമീപനവും, അതുപോലെ തന്നെ ഇസ്രായേലുമായി ചേരുന്നതോടുകൂടി പ്രശ്നങ്ങളിൽ എടുത്തു ചാടുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് ഒമാൻ അറിയാം എന്നതുകൊണ്ടാണ് ആ ഒരു ബന്ധം ഇതുവരെയും ഒമാൻ സ്വീകരിക്കാത്തത്. ഇനി എന്താകുമെന്നത് വരെ കണ്ടറിയണം. ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെയൊക്കെ സമ്മർദ്ദ ഫലമായി അബ്രഹാം അക്കോർഡ്സിൽ ഒമാൻ ഒപ്പിടുമോ ഇല്ലയോ എന്നത് വേറെ ഒരു വിഷയമാണ്. എന്നാലും ഒമാനിൻ്റെ ഈ പലതരം ബന്ധങ്ങൾ, ഒമാനിലേക്കുള്ള ഇസ്രായേലി നേതാക്കന്മാരുടെ യാത്രകൾ, കാബൂസ് തന്നെ സ്വീകരിച്ച ചില ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഈ ഒമാനിനെ ഒരു റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ കഴിയുമെന്നത് നമ്മൾ വേറെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഇവർ സെലക്റ്റീവായ ചില കോപ്പറേഷൻ ഒമാൻ ഇസ്രായേലുമായിട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 2023 ഇസ്രായേലി പ്ലെയിനുകളെ ഒമാനി എയർ സ്പേസ് ഒക്കെ ഉപയോഗിക്കാൻ അവർ സമ്മതിച്ചിരുന്നു. അതിനെ ഒമാൻ തന്നെ വിശദീകരിക്കുന്നത് ഒരു ലോജിക്കൽ നെസസിറ്റി മാത്രമാണ്, അല്ലാതെ ഞങ്ങളുടെ രാഷ്ട്രീയപരമായ ഒരു താല്പര്യമൊന്നുമല്ല, ഞങ്ങൾ നോർമലൈസേഷന് എതിരാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനൊരു നിലപാടുള്ളത് കൊണ്ടാണ് 2026 ഒമാനിനെതിരെ ശക്തമായ അമേരിക്കൻ സമ്മർദ്ദം ഇപ്പോൾ ഉള്ളത്. ഈ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാൻ അമേരിക്കയെ സഹായിച്ചില്ല എങ്കിൽ ഒമാനിനെ തകർത്ത് തരിപ്പണമാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള US-ൻ്റെ ശക്തമായ ഒരു വാണിങ്ങും അതുപോലെ തന്നെ ഈ ഭീഷണിയും എല്ലാം ഉള്ളപ്പോൾ പോലും ഒമാൻ ഇപ്പോഴും ഒരു മധ്യവർത്തിയാവുന്ന, പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയുന്ന, എന്നാൽ കുറച്ചും കൂടി ഫലസ്തീനിനോട് രഹസ്യമായോ പരസ്യമായോ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്ന, ഇസ്രായേലിനെ അങ്ങോട്ട് അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രമായി നിലനിൽക്കുന്നുണ്ട്. ഒമാൻ്റെ ഈ നിലപാടുകളെല്ലാം വരും കാലങ്ങളിൽ വലിയ ഒരു ചർച്ചയായി മാറുന്നതാണ്. കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ സമ്മർദ്ദങ്ങൾ, ഇസ്രായേലിൻ്റെ നയതന്ത്രവും പലതരത്തിലുള്ള അറ്റാക്കുകളും ഒമാനിനെയും മറ്റുള്ള രാഷ്ട്രങ്ങളെ നിർബന്ധിച്ചതുപോലെ, കീഴടക്കിയതുപോലെ ഒമാനിനെയും അവരുടെ മുമ്പിൽ കീഴടങ്ങാൻ നിർബന്ധിച്ചേക്കുമോ എന്നത് ഇനി വരും കാലങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ടതാണ്. എന്നാൽ നിലവിൽ ഈ ഒരു പൊസിഷനാണ് ഒമാൻ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒമാനിൻ്റെ ഈ ഇടപെടലുകൾ, അവരുടെ സോഫ്റ്റ്വെയർ ഡിപ്ലോമസി ആവട്ടെ, അവരുടെ സാധാരണ നയതന്ത്ര ബന്ധങ്ങളാവട്ടെ, അതിൻ്റെ കൂടെ തന്നെ അവർ ഈ റീജിയണൽ ബാലൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന അവരുടെ തീരുമാനങ്ങളെല്ലാം ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.